ഇവിടെ മതി അമ്മ പോയിട്ട് ഓക്കെ ബൈ. എന്റെ പൊന്ന് ഒന്നും പറയണ്ട, 8-ന് പണി കിട്ടിയെന്ന്. ഓഫീസിലൊന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇന്ന് ഫുള്ള് മൊത്തം ഓട്ടത്തോടെ ഓട്ടം വരുന്നു പുറത്ത്. ഓട്ടോ? ആ പുറത്ത് ക്ലയൻസിനൊക്കെ ഞാൻ തന്നെയല്ലേ പോയി കാണണ്ടേ. അമ്മ ഇങ്ങനെ നടന്നു വന്നമ്മ? ഓ നടന്നു വന്നത്. ജംഗ്ഷൻ മോ ഇന്നൊരു വിശേഷം ഉണ്ട് എനിക്ക്. പറടാ. തൊടാ അമ്മ എത്തിയ? ആ കറക്റ്റ് സമയത്താണ് അമ്മ വന്നത്. എന്തുപറ്റി? ഞാൻ ഇപ്പൊ ചായട്ടേ ഉള്ളൂ. അതെ, എല്ലാരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാൻ പോണ്. എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് പറയാൻ. പറയട്ടെ? ഞാൻ ബാംഗ്ലൂരിലോട്ട് പോകാൻ പോവാ. ബാംഗ്ലൂരാ? പൊളിച്ച്. ഓഫീസിലെ ചേട്ടന്മാരോടാണോ? എത്ര ദിവസം ട്രിപ്പ്? ട്രിപ്പ് എന്ന് പറഞ്ഞ ഞാൻ ഇവിടെ ഒരു വർഷം കാണും. ഒരു വർഷോ? അതെന്താണ് പെട്ടെന്ന്? ഞാൻ ബാംഗ്ലൂരിലോട്ട് ട്രിപ്പിനൊന്നല്ല പോണത്. ഐ ഗോട്ട് ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ, ടീം ലീഡർ ആയിട്ട് ബാംഗ്ലൂരിലോട്ട്. ഇതാണ് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞേ? എന്താ പെട്ടെന്ന്? അല്ല, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ ട്രാൻസ്ഫർ അല്ല, ഞാൻ ഓഫീസിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചതാ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, കിച്ചുന്ന. അപ്പോൾ അവന് കിട്ടിയ ട്രാൻസ്ഫറാ. പക്ഷേ അവൻ്റെ വീട്ടിൽ അച്ഛന് വയ്യ. അപ്പോൾ അവന് വീട്ടിൽ നിന്ന് വിട്ട് മാറിയിക്കാനും പറ്റില്ല. അപ്പോൾ ബോസാറ് പറഞ്ഞു ആരെങ്കിലും ഒരാൾ പോയേ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ അവൻ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പോകാനുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ചു ബാംഗ്ലൂരിലോട്ട്. അപ്പോൾ ബോസാറ് ഹാപ്പി, കിച്ചു ഹാപ്പി. എപ്പടി? ഇല്ല, ബാംഗ്ലൂരിൽ പോകുന്നതൊക്കെ നല്ല കാര്യമാണ്. കാരണം ചേട്ടൻ ഇവിടെ നിന്ന് മാറി നിന്നിട്ടില്ലോ. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. തീരുമാനിച്ചെങ്കിൽ പോയിട്ട് വരട്ടെ. ഈ ഒരു വർഷവും ബാംഗ്ലൂർ തന്നെ നിൽക്കേണ്ടി വരും. കമ്പൽസറിയോ? ചേട്ടൻ അങ്ങനെ അങ്ങ് പോയാലേ. ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ലീവിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മാസം എൻ്റെ എൻഡ് ആകുമ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച വരാം, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരാഴ്ച ലീവ്. എന്താടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അത് ശരിയാണല്ലോ. സാധാരണ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ നമ്മുടെ അടുത്തൊന്നും ആലോചിക്കുമല്ലോ. അത് വേറൊന്നുമല്ല, ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെയൊക്കെ മോഹം കണ്ടു കഴിയുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ തീരുമാനം എടുത്തു. ഈസി ആയില്ലേ? പിന്നെ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ അല്ലേ, എങ്ങോട്ടേക്ക് മാറിയിരിക്കണം നല്ലത്. അപ്പോൾ എനിക്കൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. പിന്നെ ഒരു വർഷമല്ലേ, ഒരു വർഷമൊക്കെ താ പോയി താ വന്നു, പെട്ടെന്ന് തീരുമാ. എന്താണ് എല്ലാവരും ഇങ്ങനെ വെക്കണത്? അതേ, ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അത്ര ദൂരമൊന്നുമില്ല. നിങ്ങൾ കണ്ണടിച്ച് തുറക്കുമ്പോൾ ഞാൻ ഇവിടെ എത്തും. എന്തായാലും തീരുമാനിച്ചല്ലേ, പോയിട്ടോ. അതാണ് ചായ് ചായ തരാം. താങ്ക് യു. നടാ, താങ്ക് യു. ഞാൻ ബുക്കൊക്കെ അടുക്കി പറക്കുമായിരുന്നു. ബുക്കൊക്കെ അടുക്കി പറക്കി വെക്കുമായിരുന്നു. അച്ഛാ പിന്നെ വേറൊരു കാര്യമുണ്ട്. മുടിയൻ ചേട്ടൻ ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പോകണം. കറങ്ങാൻ പോണെന്നല്ല, ഓഫീസില് ജോലി സംബന്ധമായിട്ട് പോവുകയാണ്. വേറെ ആർക്കൊരു ട്രാൻസ്ഫർ വന്നവിടെ ഓഫീസിൽ. കിച്ചു എന്ന് പറഞ്ഞ ചേട്ടന്. ചേട്ടൻ പറഞ്ഞ് എനിക്ക് മതി എന്ന് പറഞ്ഞ് മുടിയൻ ചേട്ടൻ മേടിച്ച് ബാംഗ്ലൂർ പോകണം. 1 വർഷം അവിടെ ജോലി ചെയ്തേ പറ്റും. 1 വർഷം? ഓക്കെ. ചേട്ടൻ പോന്നു. ചേട്ടൻ പോണാ? അതിന് ഞാൻ തോന്നണം വഴക്ക് പറയുന്നില്ലേ? വഴക്ക് പറയാനാ? എന്തിനു ഞാൻ വഴക്ക് പറയണ? സാധാരണ അച്ഛൻ എല്ലാത്തിനും മുഴുവൻ ചേട്ടന് വഴക്ക് പറയുന്നല്ലോ. അയ്യാ, ഒന്ന് വായിച്ച അവിടുന്ന്. എല്ലാവരും ഇവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കൂടെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. എന്തുവാലും ഒളിപ്പിച്ചേ? ഓ, ഇതെന്ത് പടയെടുത്ത് വന്നത്? ഓ, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ കേൾക്കാൻ വേണ്ടി വന്നായിരിക്കും. ഞാൻ വന്നത് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് അടുക്കളയിലോട്ട് പൊക്കോളാം. എന്തിന് പോയാലും നീ അറിയണ്ടൊക്കെ അറിയും. നിങ്ങൾ എന്തിനിപ്പോ വിളിപ്പിച്ചത്? മൂത്ത മോന്റെ കാര്യം ചോദിക്കാനായിരിക്കും അല്ലേ? എന്ത് ചോദിച്ചൂടെ? എനിക്ക് വല്ല ചോദിക്കുന്നില്ല. എന്തോന്ന് വെച്ചാ വെറുതെ ഡാർക്ക് ആക്കുന്നേ. ചേട്ടന് ഇഷ്ടമല്ല, ചേട്ടൻ പോട്ടെ. ഞാൻ ഡാർക്കും ആക്കില്ല, വൈറ്റും ആക്കില്ല. എവിടെ പോട്ടെ? എവിടെ? ബാംഗ്ലൂരിലാ പോണം. ഇവൻ നിങ്ങളടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞില്ലേ എവിടെ പോണെന്ന്? എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയാ പറഞ്ഞെന്നാ? ഇവ വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം.
വള്ളി തെറ്റാതെ അവൻ വല്ലവനും ട്രാൻസ്ഫർ പിടിച്ച് വാങ്ങിച്ചിട്ട് ബാംഗ്ലൂർ പോണ് അതല്ലേ അവ നിങ്ങളുടെ അടുത്ത് പറയും. പറഞ്ഞാലും പറഞ്ഞില്ല എനിക്ക് ഒരുപോലെ തന്നെ. ആ എഞ്ചിനീയർ ദൂരെ എവിടെയെങ്കിലും വർക്ക് കിട്ടിയെങ്കിൽ എനിക്ക് കൂടെ പോകായിരുന്നു. ഇവിടുത്തെ മോങ്ങളൊന്നും കാണണ്ടല്ലേ, ഞാൻ രക്ഷപ്പെടും. അല്ല അച്ഛാ, ചേട്ടൻ ബാംഗ്ലൂർ പോണതിന് അച്ഛന് സങ്കടം വിഷമം അങ്ങനത്തെ ഒന്നുമില്ലേ? വിഷമോ? എനിക്കെന്തിന് വിഷമം? വിഷമൊക്കെ നിന്റെ അമ്മയ്ക്കല്ലേ. കുറച്ചു കാണാം കരച്ചിലും പിഴിച്ചിലും ഒക്കെ. ഇത് പറയാനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. സോറി, പോയി ജോലി ചെയ്തോളൂ. ആലോചിച്ചു. ആ ഇനിയിപ്പോ കമ്പനി പോയി പറയാമല്ലോ, എനിക്ക് 2 ദിവസം ലീവ് വേണം, ഞാൻ ബാംഗ്ലൂരിൽ പോവേണ്, എൻ്റെ മോൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, പിന്നെ ഫ്ലാറ്റിലാണ് താമസം എന്നൊക്കെ. ഫ്ലാറ്റ് നിങ്ങളവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ടോ? അവനെ കമ്പനി കൊടുക്കുമല്ലോ. എനിക്കറിയില്ല കേട്ടാ ഇതൊന്നും. അമ്മ ആ ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു കേട്ടാ. എന്ത്? വേറെ ഒന്നുമല്ല, പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം പോവാൻ. അപ്പോൾ നാളെ ഇവിടുന്ന് കയറണം, ടിക്കറ്റ് എന്തെങ്കിലും നോക്കണം. ട്രെയിനാണോ പോണേ? ആ ട്രെയിൻ AC കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താടി അതെ എന്തമ്മാ അമ്മ എന്തെന്ന് ഞാൻ പറയണേ കേക്ക്, ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? എനിക്ക് എന്താ പറയുക, അമ്മേൻ്റെ 2500 രൂപയാണ്. കാരണം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഞാൻ അവിടെ സാലറി വീഴുമ്പോൾ തരാം. പിന്നെ അവിടെ പോയി ബാഗ് ഫ്രണ്ടിൻ്റെ നിന്ന് എടുക്കാം. ഡ്രസ്സ് ഒരുപാടൊന്നും കുത്തി കയറ്റണ്ട. ഇവിടെയുള്ള കുറച്ച് ഡ്രസ്സുകൾ മതി. അവിടെ പോയിട്ട് പകുതി ഞാൻ മേടിച്ചോളാം. ഓക്കെ, ഞാൻ പറഞ്ഞ കേട്ടാ. ഞാൻ മറ്റന്നാൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ദിവസം പോകുന്നു. ക്യാഷ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുണ്ട്. നീ വാ, ഞാൻ പറയട്ടെ. അമ്മ ഒന്ന് വന്നമ്മ വാടേ, എന്തോന്ന് വായ പൊളിച്ച് നിൽക്കണത് വാ.